വനിതാ വനിതകൾക്ക് 33% നിയമസഭയിലും ലോക്സഭയിലും ഒക്കെ കൊടുക്കാനുള്ള ബില്ല് അത് 23 തന്നെ അവതരിപ്പിച്ച് പാസ്സാക്കിയതാണ്. അതിനാരും തർക്കമൊന്നും പറഞ്ഞില്ല. ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടിയും അതിനെ തർക്കിച്ചില്ല, എല്ലാവരും അനുകൂലിച്ചു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു പുതിയ പരിപാടിയും കൊണ്ട് ഇങ്ങോട്ടിറങ്ങി. വനിതാ സംവരണം അത് നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ സീറ്റുകളുടെ എണ്ണം കൂട്ടണം. അത് നിർബന്ധമാണ്. കാര്യം ഇപ്പോൾ ഉള്ളവന്മാർക്കൊക്കെ വീണ്ടും അതേപോലെ തന്നെ ഇരിക്കണം. കൂടുതൽ ആളുകളെ ഇതേപോലെ പുരുഷന്മാരെ കൊണ്ടുവന്നിരുത്തണം. അതൊക്കെ നോക്കുമ്പോൾ വീണ്ടും എണ്ണം കൂട്ടണം. അപ്പോൾ എണ്ണം കൂട്ടുന്നതിൻ്റെ കാര്യം നോക്കുമ്പോൾ എന്താ സംഭവം? അതായത് 850 ആക്കാനായിട്ട്, അത് ചിലപ്പോൾ 816 ചുരുക്കുന്നിരിക്കും, ആക്കാനായിട്ടുള്ള ഒരു തീരുമാനം അങ്ങ് എടുത്തു, സ്വമേധ അങ്ങെടുത്തു. എന്നിട്ട് അതൊരു ബില്ലായിട്ട് അങ്ങ് അവതരിപ്പിച്ചു. അപ്പം വനിതാ സംവരണ ബില്ലല്ല, യഥാർത്ഥത്തിൽ ഡീലിമിറ്റേഷൻ നടത്തി വീണ്ടും സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ 250 എണ്ണം അതിൽ നിന്ന് സ്ത്രീകൾക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. ബാക്കി മുഴുവൻ ഇതുപോലെ പുരുഷന്മാർക്ക് അടിച്ചു മാറ്റാം. ഇതാണ് പരിപാടി. പക്ഷേ ഇതിൻ്റെ ചതിക്കുഴി ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ബാക്കിയുള്ളവർ തിരിച്ചറിഞ്ഞു. ബി ജെ പിക്ക് ഇത് അറിയാൻ വയ്യാതൊന്നുമല്ല, വളരെ വലിയ ആലോചനയിൽ അവർ റെഡിയാക്കി എടുത്തതാണ്. അവസാനം ഭരണഘടനാ ഭേദഗതി വേണമല്ലോ, 2/3 ഭൂരിപക്ഷം വേണം. അതിന് പ്രതിപക്ഷം കൂടെ നിന്നു കൊടുക്കാതെ ഒരു കാരണവശാലും നടക്കത്തില്ല. പക്ഷേ ഇന്ത്യ മുന്നണി പണ്ടെങ്ങും ഇല്ലാത്തതുപോലെ ഉള്ള ഒരു വലിയ അടുപ്പം, ഒരു കെട്ടുറപ്പ് ഈ കാര്യത്തിലുണ്ടായി. അവരിതിനെ എതിർക്കാൻ തീരുമാനിച്ചു. എതിർക്കുന്നത് 33% സംവരണത്തെ അല്ല അവർ എതിർക്കുന്നത്. ഈ സംവരണം കൊടുക്കാൻ വേണ്ടി ഡീലിമിറ്റേഷൻ നടത്തി 850 സീറ്റ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഉള്ള പരിപാടിയാണ് അവരെതിർത്തത്. ഏതായാലും ആ എതിർപ്പ് ഫലം കണ്ടു. അവസാനം ഇന്നലെ ആവുന്ന പണിയും പറഞ്ഞൊക്കെ നോക്കി. എന്തോ പറഞ്ഞു നോക്കാനാണ്? അമിത്ഷാ ഓരോരും അങ്ങ് വാദിക്കുകയാണ്. വാദിച്ചത് ആർക്കെങ്കിലും ബോധമുള്ള ആളുകൾക്കെല്ലാം മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഇത്. അതാരെങ്കിലും ബോധിപ്പിച്ചുകൊണ്ട് കാര്യമുണ്ടോ? അവസാനം പറഞ്ഞു, അങ്ങനെ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് നഷ്ടം വരും എന്നുള്ള ഒരു ധാരണയുണ്ടെങ്കിൽ അവർക്ക് അവരുടെ സീറ്റ് 50% വർദ്ധിപ്പിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ കേരളത്തിന് ഇപ്പോൾ 21 എന്നുള്ളത് യഥാർത്ഥത്തിൽ 30 ആവും. അത് തന്നെ സംഭവം. പക്ഷേ എത്രയൊക്കെ ആയാലും യു പിയിലും അതുപോലെ തന്നെ ബീഹാർ, പശ്ചിമ ബംഗാൾ, ഇതേപോലെ രാജസ്ഥാൻ, മധ്യപ്രദേശൊക്കെ തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ ഒരുപാട് സീറ്റിൻ്റെ എണ്ണം കൂടും വരുന്നുണ്ടേ. ആ സീറ്റിൻ്റെ എണ്ണം അപ്പോൾ ബി ജെ പിക്ക് ആ എണ്ണം വെച്ചൊന്ന് മറികടക്കാമല്ലോ എന്നുള്ള ഒരു ധാരണയായിരുന്നു. അത് വിലപ്പോയില്ല. വളരെ അന്തസ്സായിട്ട് ഇത് പ്രതിപക്ഷം ഇതിനെ ഇന്ത്യ മുന്നണി കൈകാര്യം ചെയ്തു. ആ കൈകാര്യം ചെയ്ത രീതി എന്ന് പറയുന്നത് വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. ഇത് ഭരണഘടനയെ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമമാണ് എന്നുള്ളത് അവർക്ക് അവിടെ വരുത്തി തീർക്കാൻ പറ്റി. ബി ജെ പിയുടെ ഈ തന്ത്രം അമ്പേ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഏതായാലും ആ ഭരണഘടനാ ഭേദഗതി പാസ്സായില്ല. 2014 ശേഷം, അതായത് നരേന്ദ്രമോദി അധികാരത്തിന് വന്നതിന് ശേഷം ഇന്ന് വരെ ഒരൊറ്റ ഭരണഘടനാ ഭേദഗതി ബില്ലും പാസ്സാക്കി തരുന്നിട്ടില്ല. പക്ഷേ ആദ്യമായിട്ട് ഈ ബില്ല് പാസ്സാകാതെ പറ്റി. ഇപ്പോൾ കൊണ്ടുവരാൻ പോകുന്ന, ഇപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താണെന്നറിയോ? പ്രതിപക്ഷം വലിയ കുഴപ്പം കാണിച്ചെന്ന്. എന്താ കുഴപ്പം കാണിച്ച്? വനിതാ സംവരണത്തെ അട്ടിമറിച്ചെന്നാണ്. അപ്പോൾ ഇവർക്ക് നടപ്പാക്കാൻ വയ്യാത്തല്ലോ. ഇവർ പറഞ്ഞ പരിപാടി എന്താണ്? അതായത് വനിതാ സംവരണം നടപ്പാക്കാൻ ഇപ്പോഴും അതിനകത്ത് പുതിയതായിട്ട് നോട്ടിഫൈ ചെയ്ത് ആ നോട്ടിഫിക്കേഷനുള്ള കാര്യം ഇതാണ് ഞാൻ പറയുന്നത്. ഇത് നടപ്പാക്കാൻ ഈ 33% സംവരണം അവർക്ക് കൊടുക്കാൻ വേണ്ടി ഇനി അടുത്ത സെൻസസിൽ, അതായത് ആദ്യത്തെ സെൻസസ് എന്ന് പറഞ്ഞാൽ 2023 കഴിഞ്ഞ് ആദ്യത്തെ സെൻസസ് എന്ന് പറഞ്ഞാൽ 2026 ഉള്ള സെൻസസാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മണ്ഡല പുനഃക്രമീകരണം നടത്തിയതിന് ശേഷമേ ഇവർക്ക് കൊടുക്കത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ വനിതാ സംവരണം നടപ്പാക്കും എന്നുള്ള ഇവരുടെ തീരുമാനം പോലും ഈ രീതിയിലുള്ള ഒരു ക്വാളിഫിക്കേഷനോട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു കണ്ടീഷനിലാണ് ആ കൊടുത്തേക്കുന്നത്. അതായത് അടുത്ത ഈ വരാൻ പോകുന്ന ഈ സെൻസസ് കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഡീലിമിറ്റേഷൻ നടത്തിയതിന് ശേഷം മാത്രമേ ഇത് കൊടുക്കാൻ പറ്റൂ എന്നുള്ളതാണ്.
അപ്പോൾ ഇത് ഉടനെ ഒന്നും നടക്കുന്ന കാര്യമല്ല. ഇത് ഇവർക്ക് കൊടുക്കും എന്ന് പറയുന്നതല്ലാതെ കൊടുക്കാനുള്ള ഉദ്ദേശത്തിലല്ല. അല്ലെങ്കിൽ കഴിഞ്ഞ തവണ തന്നെ ആ ഇലക്ഷൻ തന്നെ 33% നടപ്പാക്കിയാൽ പോരെ? അത് ചെയ്തില്ലല്ലോ. ഇപ്പം 33% നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ ഡീലിമിറ്റേഷൻ നടത്തി ഇനി അതായത് സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ട് അതിൻ്റെ 33% കൊടുക്കാവുന്നതാണ്. ഇല്ലാതെ അവർക്ക് കൊടുക്കാൻ പാടില്ല. ഈ 543 സീറ്റാണ് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ 33% കൊടുക്കാൻ എന്താ വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ലല്ലോ. പക്ഷേ കൊടുക്കത്തില്ല. എന്നിട്ട് പ്രതിപക്ഷം ഏതാണ്ട് ചെയ്തെന്നും, അതായത് സംവരണത്തെ അട്ടിമറിക്കാൻ പോയി വനിതാ സംവരണത്തെ അവർ അട്ടിമറിച്ചുവെന്നും വനിതകളെ സഹായിക്കാനുള്ള ഒരേ ഒരു അവസരമായിരുന്നു ഇവർക്കുണ്ടായിരുന്നതെന്നും അതവർ കളഞ്ഞു കുളിച്ചെന്നൊക്കെയാണ് ഇപ്പോഴത്തെ പ്രസംഗം. നരേന്ദ്രമോദിയും അതുപോലെ അമിത്ഷായും ഒക്കെ പറയുന്ന കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞത്. അവർ ഈ അവസരം പ്രതിപക്ഷം കളഞ്ഞു കുളിച്ചെന്ന്. വലിയ കാര്യമായിപ്പോയി കേട്ടോ. ഇതുപോലുള്ള തോന്നിവാസങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. വളരെ ഇണക്കത്തിൽ ഈ പരിപാടി അങ്ങ് ഇറക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് കയറി പിടുത്തം വീഴും എന്നുള്ളത് അവർക്ക് മനസ്സിലായില്ല. ഏതായാലും ഇപ്പോൾ ഈ സീറ്റ് കൂടുതൽ കിട്ടുക എന്ന് പറയുന്നത് ഓരോ രാഷ്ട്രീയക്കാർക്കും ഇഷ്ടമായിരിക്കും. പക്ഷേ ഈ കാര്യത്തിൽ വനിതാ സംവരണം കൊണ്ടുവരുന്നു എന്നുള്ള രീതിയിൽ ഭരണഘടനയെ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം നടത്തിയത് അവർ കയ്യോടെ പിടികൂടി. അതിനെതിരെ ശരിയായ രീതിയിൽ അവർ പ്രവർത്തിച്ചു, അവർ വോട്ടും ചെയ്തു. ഇനി എങ്ങനെ ആയാലും ശരി ഒരു ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരാൻ ഇത് പ്രതിപക്ഷത്തിൻ്റെ സഹായമില്ലാതെ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിന് പറ്റത്തില്ല. അതൊരു വലിയ കാര്യമാണ്. കാരണം പലതും ഇതുപോലെ അട്ടിമറികളും നടന്നതാണ് മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സമയത്ത്. ഇപ്പോൾ അതില്ല. ഇനി അതൊന്ന് തിരിച്ചറിഞ്ഞാൽ മതി. ഇതുപോലുള്ള ഈ ഈ പരിപാടികളുമായിട്ട് ഇനി മുമ്പോട്ട് ഇറങ്ങാൻ പാടില്ല എന്നുള്ള ഒരു ബോധം ഇനി ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത്രയേ ഉള്ളൂ.